ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ കോമണർ സെലക്ഷൻ ടാസ്ക് കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? ചാനൽ അഗ്നിപരീക്ഷ നടത്തുന്നതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം. കോമണർ കണ്ടസ്റ്റന്റ് സെലക്ഷൻ പ്രോസസ്സിലെ അവസാന സ്റ്റേജായ അഗ്നിപരീക്ഷയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് മറ്റൊരു വീഡിയോയായി നേരത്തെ ചെയ്തിരുന്നു. അത് കാണാത്തവർ അതൊന്ന് കണ്ടോളൂ. ചാനലിലെ നിലവിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നത് പ്രകാരം അഗ്നിപരീക്ഷ ഇങ്ങനെയായിരിക്കും. സെലക്ഷൻ പ്രോസസ്സിലെ 5ാമത്തെയും അവസാനത്തെയും റൗണ്ടാണ് അഗ്നിപരീക്ഷ റൗണ്ട്. 21 എപ്പിസോഡുകൾ ദൈർഘ്യമുള്ള ഒരു സീരീസ് ആയിരിക്കും ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടും. ഇതിനായി അഗ്നിപരീക്ഷ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മത്സരാർത്ഥികൾ വേണ്ട ഡോക്യുമെന്റുകൾ സൈൻ ചെയ്ത് നൽകേണ്ടതുണ്ട്. ഈ ലെവലിൽ ഇവരെ ഇവാലുവേറ്റ് ചെയ്യുക ഒരു ജൂറി ആയിരിക്കും. അതിൽ പ്രധാനമായും മുൻ സീസണിലെ താരങ്ങളും ആവശ്യമെന്ന് കണ്ടാൽ മറ്റ് ചില വ്യക്തികളും ഇതിലുണ്ടാകും. മത്സരാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എബിലിറ്റി ടു ഹോൾഡ് അറ്റൻഷൻ, ഫിസിക്കൽ എനർജി, സ്ട്രാറ്റജിക് മൈൻഡ് സെറ്റ് തുടങ്ങിയ കാര്യങ്ങളാകും ഇതിൽ പ്രധാനമായും വിലയിരുത്തപ്പെടുക. മറ്റെന്തെങ്കിലുമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ചാനലോ പ്രൊഡക്ഷൻ ഹൗസോ ആഗ്രഹിച്ചാൽ അവയും ഉൾപ്പെടുത്താൻ ചാനലിന് കഴിയും. അഗ്നിപരീക്ഷയുടെ ഫിനാലെ വീക്കിൽ പ്രേക്ഷകർക്ക് മത്സരാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കും. ഫൈനൽ സെലക്ഷൻ ജൂറിമാരുടെ തീരുമാനവും ഓരോരുത്തരും നേടുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിലും ആയിരിക്കും. നിലവിലെ രീതിയിൽ 50 പേരാകും അഗ്നിപരീക്ഷ ടാസ്കിലേക്ക് യോഗ്യത നേടുക. ടേംസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരുപക്ഷെ മൈജി, വൈറ്റ് ഗോൾഡ് എന്നിവരുടെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി സെലക്ഷൻ ലിസ്റ്റുകൾ ഉൾപ്പെടെയാകാം ഈ എണ്ണം. ഇവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് 5 പേർ എന്നാണ് ചാനൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിൽ ചാനലിന് മാറ്റം വരുത്താം. ഇങ്ങനെ ബിഗ് ബോസിലേക്ക് കോമണറായി തിരഞ്ഞെടുക്കപ്പെടുന്ന മത്സരാർത്ഥികൾക്ക് ഇമെയിൽ അല്ലെങ്കിൽ ടെലിഫോൺ വഴി ഇൻറ്റിമേഷൻ ലഭിക്കും. ഈ ഇമെയിലിന് 24 മണിക്കൂറിനകം മറുപടി നൽകണം. അതായത് ആദ്യം ലിസ്റ്റിൽ ഇടം പിടിച്ചില്ലെങ്കിലും പിന്നീട് ഷോയുടെ ഏതെങ്കിലും ഒരു സമയത്ത് വൈൽഡ് കാർഡായും മറ്റുമൊക്കെ എൻട്രി പ്രതീക്ഷിക്കാം. മാത്രമല്ല, ആരെങ്കിലും അവസാന നിമിഷം നോ പറയുകയോ പങ്കെടുക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ അവർക്ക് പകരം മറ്റൊരാളെ പരിഗണിക്കാൻ ചാനലിന് കഴിയും. ഇതുകൂടാതെ ചാനൽ ആവശ്യപ്പെടുന്ന ട്രെയിനിങ്ങുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യണം. പാർട്ടിസിപ്പേഷൻ കോൺട്രാക്ട് സമയപരിധിക്കുള്ളിൽ സൈൻ ചെയ്ത് നൽകണം. ഈ രീതിയിലെല്ലാം അഗ്നിപരീക്ഷയിൽ വിജയിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇനി അഗ്നിപരീക്ഷയിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചാലും പ്രേക്ഷക ശ്രദ്ധ നേടാനാകും. കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ പുറത്തുവിട്ട ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് വായിച്ചോളൂ.